നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് BJP നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ചില സീറ്റുകളിലൊക്കെ അവർ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കും എന്നും 2019 അപേക്ഷിച്ച് കുറേയധികം മെച്ചപ്പെട്ട രീതിയിൽ വോട്ട് ഷെയർ നേടിയെടുക്കാൻ കഴിയുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ അവർക്ക് ജയസാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത്. അതിന് നിരവധിയായ വിഷയങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനകത്തുള്ള ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ നാട്ടികയിലും ക്രോസ് വോട്ടിംഗ് നടന്നു എന്നുള്ളതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നു. കെ മുരളീധരനെ പറ്റി നിരവധി നേതാക്കൾ പറയുന്ന അദ്ദേഹത്തിന് കള്ളം ഒളിപ്പിക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഭാവം പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉള്ളത്. അത് ഒരുപക്ഷെ BJPയുടെ വിജയത്തിലേക്ക് കലാശിക്കും എന്നൊക്കെ നിരവധി പേർ അവിടെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ തെരഞ്ഞെടുപ്പ് ജൂൺ 4 വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രസക്തമായിട്ടുള്ള കാര്യം ശോഭാ സുരേന്ദ്രൻ, അതായത് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് ഇക്കുറി കേന്ദ്രം മികച്ച രീതിയിലുള്ള സ്ഥാനം കേരളത്തിൽ നൽകുമോ അതോ കേന്ദ്രത്തിൽ തന്നെ നൽകുമോ എന്നുള്ളത് കാത്തിരിക്കേണ്ടതാണ്. BJP നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനെ ഉടച്ചു വാർക്കണം എന്ന തീരുമാനം, ആ ഒരു രീതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നാലും 2026 സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലും അതിനൊക്കെ മുന്നോടിയായി BJP നേതൃത്വത്തെ ഉടച്ചു വാർക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവിടെ BJP തയ്യാറാവുമ്പോൾ കെ സുരേന്ദ്രൻ്റെ സ്ഥാനമാനങ്ങൾക്ക് കോട്ടം വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവി നഷ്ടമാകും, അദ്ദേഹത്തിൻ്റെ പദവി തെറിക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കെ സുരേന്ദ്രൻ നിലവിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അധ്യക്ഷ സ്ഥാനം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് പകരം ശോഭാ സുരേന്ദ്രനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഉള്ള നീക്കുപോക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു ചർച്ച നടക്കുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. എല്ലാ ജില്ലാ ഘടകങ്ങളും ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ അത്തരത്തിലേക്ക് വരും. പക്ഷേ മുരളീധരനും അതുപോലെ തന്നെ കെ മുരളീധരൻ്റെ വി മുരളീധരൻ്റെ അനുകൂലികൾ ഒരു കാലത്തും ശോഭാ സുരേന്ദ്രൻ്റെ ഒരു മുന്നേറ്റത്തിന് വേണ്ടി ശ്രമിക്കില്ല. ശോഭാ സുരേന്ദ്രനെ പരമാവധി ഇരുത്താൻ മാത്രമേ നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മുന്നേറ്റം നൽകാതിരിക്കാൻ വേണ്ടിയേ നോക്കുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. കാരണം നമുക്കറിയാം 2016 കഴക്കൂട്ടത്ത് ഇവിടെ മത്സരിച്ച BJP സ്ഥാനാർത്ഥിയായി കഴക്കൂട്ടം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, അതായത് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച വി മുരളീധരന് ലഭിച്ചത് 42,732 വോട്ടാണെങ്കിൽ 2021 മത്സരിച്ച ശോഭാ സുരേന്ദ്രന് 1500ഓളം വോട്ടുകൾ കുറവ് രേഖപ്പെടുത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ വി മുരളീധരൻ പോലും ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സത്യസന്ധതയോ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം പാർട്ടി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രനോട് കാണിക്കുന്നില്ല. കെ സുരേന്ദ്രനും അത്തരത്തിലാണ് കാര്യങ്ങൾ അവലംബിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ശോഭാ സുരേന്ദ്രൻ നിരവധി തവണ സംസ്ഥാന നേതാക്കൾക്കെതിരെ പരാതിയുമായി കേന്ദ്രത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളതും അത്തരത്തിൽ ഒരു വിഷയവും ഒക്കെ ആരോപിക്കപ്പെടുമ്പോൾ ശോഭാ സുരേന്ദ്രന് തീർച്ചയായും ഇതൊരു മേൽക്കൈ ആയി തന്നെ കരുതപ്പെടാം. കാരണം കേന്ദ്രത്തിന് എപ്പോഴും ശോഭാ സുരേന്ദ്രൻ ഒരു പ്രിയങ്കരിയായ നേതാവ് തന്നെയാണ്. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രനെ ഒരുപക്ഷെ കേരളത്തിലെ BJPക്ക് അമരത്തേക്ക് കൊണ്ടുവരണം എന്ന് കേന്ദ്രത്തിൽ ഉള്ളവർ ആഗ്രഹിച്ചാൽ അമിത്ഷായോ JP നദ്ദയോ മോദി കൃത്യമായി ഒറ്റയ്ക്കോ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഇവിടുത്തെ നേതൃത്വത്തിന് അംഗീകരിച്ചേ പറ്റൂ, അനുസരിച്ചേ പറ്റൂ. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണോ ശ്രമിക്കുന്നത്? നമുക്കറിയാം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഒട്ടും വളക്കൂറുള്ള BJP മണ്ഡലമായിരുന്നില്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം മുമ്പ് വരെ. എന്നാൽ തെരഞ്ഞെടുപ്പിലെ ഫലം കഴിഞ്ഞപ്പോൾ BJPക്ക് വലിയ രീതിയിലുള്ള വോട്ട് വർധനമാണ് ഉണ്ടായത്. 2,50,000-ഓളം വോട്ടുകൾക്ക് അടുപ്പിച്ച്, അത്രത്തോളം വോട്ട് ശോഭാ സുരേന്ദ്രന് അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതിനുശേഷമാണ് വി മുരളീധരൻ അവിടം കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്ത് ആ മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്ന രീതിയിലേക്ക് ഒരു ചിന്ത തന്നെ വന്നത്. അങ്ങനെയാണ് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വി മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്കാണ് മാറ്റിയത്. 1,87,000-ഓളം വോട്ടുകൾ മാത്രമാണ് ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതെങ്കിൽ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ അത് 3 ലക്ഷത്തിൽ കൂടുതലോ ആയി ഉയർത്തും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ.
ശക്തമായ വാശിയേറിയ ത്രികോണ മത്സരം തന്നെയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് തന്നെ BJP നേതൃത്വം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, സംസ്ഥാനത്ത് തന്നെ RSS നേതൃത്വം ആഗ്രഹിക്കുന്നത് കെ സുരേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റൽ തന്നെയായിരിക്കും. ആ സ്ഥാനത്ത് അദ്ദേഹം യോഗ്യനായി തുടരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം തുടരുന്നത് കൊണ്ട് BJP നേതൃത്വത്തിന് ഗുണകരമല്ല കാര്യങ്ങൾ എന്ന വിലയിരുത്തലിലേക്ക് ഒരുപക്ഷെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചതുപോലും ആ ഒരു പാർട്ടിക്കുള്ളിലുള്ള തൻ്റെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി താൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, രണ്ടാം സ്ഥാനം ഏതെങ്കിലും വിധേന ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു രീതിക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയവൻ എന്ന ഖ്യാതി നേടാമല്ലോ. ഇത്തരത്തിൽ ഒരു ചിന്തയുണ്ട്. ഈ ചിന്താഗതിയൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷയാക്കണം എന്ന കൃഷ്ണദാസ് പക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ്റെയും ഒക്കെ അഭിപ്രായം, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു രീതി, അതെങ്ങനെയായിരിക്കും കാണുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.